പ്രധാനമന്ത്രി മോദിക്കെതിരെ വമ്പൻ തെളിവുകൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തിയെന്ന് സൂചന. രാജ്യം ഞെട്ടുന്ന ചില വിവരങ്ങൾ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തെ സംബന്ധിച്ച് ഉടൻ പുറത്തുവിടുമെന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വാരണാസിയിൽ രാഹുലിന്റെ ടീം തമ്പടിച്ചിരിക്കുകയാണ്. കൃത്യമായ ചില വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. വാരണാസിയിൽ നിന്ന് മോദിയിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ആരോപണങ്ങൾ പുറത്തേക്ക് വന്നാൽ അത് BJPയെയും മോദിയെയും കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ മോദിയെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്ന് വ്യക്തമാണ്. വാരണാസിയിലെ സകല കള്ളത്തരങ്ങളും മാന്തി പുറത്തെടുക്കാൻ രാഹുൽ ഒരു വലിയ ടീമിനെയാണ് അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു എന്നാണ് വിവരം. കൂടാതെ വോട്ട് ചോരിയിൽ ഒരു ഹൈഡ്രജൻ ബോംബ് വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതു മുതൽ രാജ്യം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാകും രാഹുൽ നടത്തുക എന്ന വിലയിരുത്തലും സൂചനയുമാണ് ആദ്യം മുതലേ പുറത്തു വന്നിരുന്നത്. ഇപ്പോഴിതാ വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ ബോംബ് വാരണാസി തന്നെയാണ് എന്ന സൂചന ആവർത്തിച്ച് കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകവും രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉന്നം വാരണാസി തന്നെയാണ് എന്നാണ് കോൺഗ്രസ് UP PCC വ്യക്തമാക്കുന്നത്. വാരണാസിയിലെ വോട്ടെണ്ണലിൽ പോലും ക്രമക്കേട് നടന്നു എന്നും നേതൃത്വം അഭിപ്രായപ്പെട്ടു. വാരണാസിയിലെ വോട്ടെണ്ണലിന്റെ ആദ്യ പകുതിയിൽ അജയ് റായ്ക്ക് പിന്നിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ പിന്നീട് ലീഡ് തിരിച്ചുപിടിച്ച മോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുകയായിരുന്നു. വോട്ടെണ്ണലിൽ 11 മണിക്ക് ശേഷം സംഭവിച്ചത് എന്തെന്നതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് UP ഘടകം മുന്നോട്ട് വെക്കുന്നത്. വോട്ടെണ്ണൽ വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തുവരാത്തതിൽ ദുരൂഹതയുണ്ട് എന്നും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിവരങ്ങൾ അടങ്ങുന്നതാകും രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് കോൺഗ്രസ് UP ഘടകം പറയുന്നത്. വിവരശേഖരണത്തിന് രാഹുലിന്റെ ടീം വാരണാസിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു എന്നും നേതാക്കൾ സൂചന നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിച്ചപ്പോഴും രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് ഉടനുണ്ടാകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വോട്ട് ചോരിയിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉടനുണ്ടാകുമെന്നും അത് പൊട്ടിത്തെറിക്കുന്നതിലൂടെ എല്ലാം വെളിപ്പെടുമെന്നുമാണ് രാഹുൽ പറഞ്ഞത്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ നൽകുന്നില്ല. വോട്ട് ചോരി നടത്തിയാണ് മോദി തെരഞ്ഞെടുപ്പ് വിജയിച്ചത് എന്ന് ഇന്ത്യയിൽ ഒരാൾക്കും സംശയമില്ല. വോട്ട് ചോരിയിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉടനുണ്ടാകുമെന്നും അതിലൂടെ എല്ലാം വെളിപ്പെടുമെന്നും രാഹുൽ വിവരിച്ചു. കൃത്യമായ തെളിവുകളാണ് വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. വോട്ട് ചോരി നടത്താൻ ഉപയോഗിച്ച ഫോൺ നമ്പറുകളുടെ വിവരങ്ങളാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. വാരണാസിയെക്കുറിച്ചാണോ വെളിപ്പെടുത്തൽ എന്ന ചോദ്യത്തിന് എന്താണ് പുറത്തു വരാനുള്ളത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. എന്തായാലും രാഹുൽ ഗാന്ധി വാരണാസിയിൽ ഒരു പ്രത്യേക ടീമിനെ നിയമിച്ചു കൃത്യമായ തെളിവുകൾ അവിടെ നിന്ന് ശേഖരിച്ചു എന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഈ വിഷയം ഏറ്റെടുക്കാൻ കാത്തിരിക്കുകയാണ് എന്നും ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു. എന്തായാലും രാജ്യം നടുങ്ങുന്ന വലിയ വെളിപ്പെടുത്തലുകൾ ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ്.